100 വയസ്സോ അതിലധികമോ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഫുൾ എനർജിയോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥ ഇന്ന് പല ആൾക്കാരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണിത്. ഈ അടുത്തിടയ്ക്ക് ഒരു വളരെ വൈറലായ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. US ഒരു കപ്പിൾ അവർ 150 വയസ്സ് വരെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് പറ്റുന്ന രീതിയിൽ അവരുടെ വീട്ടിൽ തന്നെ അതിന് പറ്റുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് അത് എനിക്കറിയില്ല വളരെയധികം വൈറലായി സോഷ്യൽ മീഡിയ വഴി ഒത്തിരിയധികം ആൾക്കാരിലേക്ക് എത്തിയൊരു മെസ്സേജാണ്. പല ആൾക്കാരും അതിന് താഴെ വളരെ ആശ്ചര്യത്തോടു കൂടിയോ അല്ലെങ്കിൽ കുറച്ചൊക്കെ പുച്ഛത്തോടു കൂടിയൊക്കെയുള്ള റിപ്ലൈകൾ ഇടുന്നതും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പോസിബിളാണോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഈ 150 വർഷം ജീവിച്ചിട്ട് എന്ത് കാണിക്കാൻ? 100 വയസ്സ് ജീവിക്കാൻ എന്തോ 100 വയസ്സ് വരെ എന്ത് ചെയ്യൂ ഇവിടെ എന്നൊക്കെ പറയുന്ന ഒരു രസകരമായുള്ള പല കമൻറ്റുകളും അതിനകത്ത് കാണുകയുണ്ടായി. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി സയൻസും ടെക്നോളജിയും പ്രൂവ് ചെയ്യുന്നത് ഇതൊക്കെ പോസിബിൾ ആണ് എന്നുള്ളത് തന്നെയാണ്. എന്നോടൊപ്പം ഇന്നിവിടെ ഡോക്ടർ സുജിത്തുമുണ്ട്. ഡോക്ടർ സുജിത്ത് നമ്മളുടെ വി റൂട്ട്സ് ബയോഹാക്ക് സെൻറ്ററിൻ്റെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. അതിനേക്കാൾ ഉപരി ഡോക്ടർ സുജിത്തിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഡോക്ടർ സുജിത്ത് ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീസിനകത്ത് തന്നെ കുറേ കാലമായിട്ട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുകയും അതിനേക്കാൾ ഉപരി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വളരെ വളരെ പ്രശസ്തമായിട്ടുള്ള പല കോൺഫറൻസുകളിലും പങ്കെടുക്കുകയും സ്പീക്കറാവുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് നാച്ചുറോപ്പതിയും അതേപോലെ തന്നെ സയൻസും ടെക്നോളജിയും എല്ലാം ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് അതിന് ശരിയായ രീതിയിൽ അതിൻ്റെ മാനങ്ങൾ മനസ്സിലാക്കിയൊരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു ചോദ്യം ഞാൻ ഡോക്ടർ സുജിത്തിനോട് ചോദിക്കാം. നമുക്കിത് വെറുതെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആൾക്കാർക്കും അതിനകത്ത് പലതും പറയാനുണ്ടാവും. അവർ താഴെ കമൻ്റായിട്ട് ഇട്ടോട്ടെ. ഈ 100 വയസ്സ് 150 വയസ്സ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഡോക്ടർക്ക് തോന്നുന്നില്ലേ? 127 ഉറപ്പാണ്. 127 ഉറപ്പാണ്. 150ൻ്റെ സയൻസ് എത്തേണ്ടിയിരിക്കുന്നു. 127 എന്ന് പറയുന്നത് ഒരു പ്രൂവൺ ജനറ്റിക്. 180 ഡിക്ലെയർ ചെയ്ത ആളുണ്ട് ഇവിടെ. ദേവാസ്പ്രേ 180 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 127 ഇറ്റ്സ് പോസിബിൾ. ഇവിടെ ഇതിനെ വിമർശിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ഈ ലോഞ്ചവിറ്റി സയൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് 2017-18 പീരീഡിലാണ്. അതിന് പ്രധാന കാരണം എൻ്റെ സെൽഫിഷ് മോട്ടീവാണ്. അപ്പോൾ ഞാൻ ആ സമയമാകുമ്പോഴത്തേക്ക് എൻ്റെ 50കളിലേക്ക് ഞാൻ അടുക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ 50കൾക്ക് ശേഷം എങ്ങനെ കൂടുതൽ എനർജിയോടുകൂടി കൂടുതൽ ഉത്സാഹത്തോടുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള ചിന്ത വരുമല്ലോ. ഈ 50 എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് എന്തോ ഒരു പോയിൻ്റാണ്. അവിടെ നിന്നാണ് വാർദ്ധക്യം തുടങ്ങുന്നതെന്നൊക്കെയാണ് സാധാരണ. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പോൾ അവിടെ നിന്ന് യൗവനം തുടങ്ങുകയല്ലേ. അപ്പോൾ ഈ 50ന് മുകളിൽ 50 കഴിഞ്ഞാലും 50ന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ എനർജിയോടുകൂടി എങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, എങ്ങനെ കൂടുതൽ പീക്ക് പെർഫോം ചെയ്യാം എന്നൊക്കെയുള്ളത് ഞാൻ ആ ഒരു ചിന്തയാണ് ഒരു ജനറൽ വെൽനസ് രംഗത്ത് നിന്ന് എന്നെ മാറ്റിയിട്ട് കുറച്ചുകൂടെ ലോഞ്ചവിറ്റി സയൻസും പീക്ക് പെർഫോമൻസും ബയോ ഹാക്കിങ്ങിലേക്കൊക്കെ തിരിച്ചത്. ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത്ഭുതകരമായൊരു ലോകമാണ് ഇതെന്ന് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ അതാണ് ഉള്ളത് പറയുകയാണെങ്കിൽ. ഈ ബയോ ഹാക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി, നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ബയോളജിയെ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നിടത്തോലൊക്കെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും. 100 വയസ്സൊക്കെ വരെ ജീവിക്കാൻ സാധിക്കും, ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും, 90 വയസ്സുകളിലും പുതിയ ന്യൂറോണുകളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ്. പക്ഷേ ഈ ഇൻഫർമേഷൻ പൊതുജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും. അതാണ് ഇത് കേൾക്കുന്ന സമയത്ത് ഒരുതരം പുച്ഛത്തിൽ പൊതിഞ്ഞ ഒരു പരിഹാസവും ഒക്കെ ആൾക്കാർ വരാനുള്ള കാരണം. അല്ലാതെ ആർക്കും 100 വയസ്സ് വരെ ജീവിക്കുന്നതിനോട് വിരോധം ഉണ്ടായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുക? ഇതൊരു ആസ്പെക്റ്റ് അല്ല, ഇതൊരു റിയാലിറ്റിയാണ്. സെൽസിനകത്ത് ഞാൻ സയൻസിലേക്ക് എത്തുകയാണ്. സെൽസിനകത്തുള്ള മനസ്സിലാവുന്ന സയൻസ് സെൽസിനകത്തേക്ക് നടക്കുന്ന ഒരു എനർജറ്റിക് മെഡിസിൻ ഉണ്ട്. അതിന് നമ്മൾ പറയുന്നത് ബയോ എനർജറ്റിക് മെഡിസിൻ എന്ന് പറയും. ഈ ബയോ എനർജറ്റിക് മെഡിസിനിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഫ്രീ റാഡിക്കൽസും ഉണ്ട്. ഇതിൻ്റെ ഡിസ്റെഗുലേഷനാണ് ഏജിങ്. അല്ലാതെ ഏജിങ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ് അല്ല. ഇതിനു വേണ്ടി കമൻസ് കേൾക്കാം, എന്നാലും കുഴപ്പമില്ല. ഏജിങ് ഈസ് നോട്ട് നാച്ചുറൽ, ഇറ്റ് ഈസ് ആക്ച്വലി ഡിസീസ്. അതൊരു ആ ഏജിങ് എന്ന് പറയുന്ന സാധനത്തെ എത്രത്തോളം നമ്മൾ അഗ്രസീവ് ആക്കുന്നോ അത്രത്തോളം നമുക്കതിനെ സ്ലോ ഡൗൺ ചെയ്യും. ഇൻഫാക്ട് ഏജിങ്ങിനെ ഒരു ഡിസീസായിട്ട് മനസ്സിലാക്കുകയും മറ്റേത് ഡിസീസിനെയും ട്രീറ്റ് ചെയ്യുന്നത് പോലെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യാണെന്നുള്ള ഈ പ്രശ്നം തീരും. അത് തന്നെയാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഈ ഫങ്ഷണൽ മെഡിസിൻ എന്ന പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഈ പ്രോസസ്സ് തന്നെയാണ്. ഹൗ ക്യാൻ വി റിവേഴ്സ് ഏജിങ് അല്ല പ്രോസസ്, ഹൗ ക്യാൻ വി സ്ലോ ഡൗൺ ഏജിങ്. ഏജിങ്
ഫാസ്റ്റായിട്ട് ഏജിങ് നടക്കുന്ന ഒരു ഡിസീസുണ്ട്. ഏറ്റവും സ്പീഡിൽ ഏജിങ് നടക്കുന്ന ഡിസീസിൻ്റെ പേരാണ് ക്യാൻസർ. ക്യാൻസർ ഈസ് ആക്ച്വലി എൻ ഏജിങ് ഡിസീസ്. ഭയങ്കരമായിട്ട് സ്പീഡിൽ നമ്മുടെ സെൽസിൽ എനർജി ഡിസ്റെഗുലേഷൻ ഉണ്ടാകുകയും ആ സെൽസ് പെട്ടെന്ന് ഡെത്തായിക്കൊണ്ടിരിക്കുന്നതാണ് ക്യാൻസർ. സാധാരണ ഒരു സെല്ല്, ഇപ്പോൾ ഇച്ചിരി സയൻസ് പറയാൻ നമുക്ക് ഒന്നിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ്, ഒരു ഗ്ലൂക്കോസ് എനർജിയാക്കി മാറ്റുന്ന ATP ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സുണ്ട്. ഈ ഗ്ലൂക്കോസ് ATP ആയി മാറ്റുന്ന ഒരു പ്രോസസ്സിൽ ഗ്ലൂക്കോസ് അല്ലാതെ ATP പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന എനറോബിക് ഗ്ലൈക്കോലൈറ്റിക് പാത്വേ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഓക്സിജൻ ഇല്ലാതെ എനർജി ഉണ്ടാക്കുന്ന സാധനം. നോർമലി നമ്മൾ ഓക്സിജൻ കൊണ്ടാണ് എനർജി ഉണ്ടാക്കുന്നത്. പക്ഷേ ഓക്സിജൻ ഇല്ലാതെ എനർജി ഉണ്ടാക്കുന്ന ഒരു പാത്വേയിലേക്ക് ക്യാൻസർ ടിഷ്യൂസ് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. 70% ക്യാൻസേഴ്സും അങ്ങനെയാണ്. അവരെല്ലാം എനറോബിക് ഗ്ലൈക്കോലൈറ്റിക് ആണ്. അവർക്ക് ആകെ വേണ്ട, അവർക്ക് ഓക്സിജനെ വേണ്ട, അവർക്ക് വേണ്ട ഗ്ലൂക്കോസ് മാത്രം. ഗ്ലൂക്കോസ് വെച്ച് അവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സൈക്കിളിൽ 2 മുതൽ 4 ATP ആണ് ഉണ്ടാക്കുന്നതിൽ മറ്റേ 36 ATP ഉണ്ടാക്കുന്നുണ്ട്. അതും ഓക്സിജൻ ഇല്ലാതെ. ഓക്സിജൻ ഉണ്ട്. വിത്ത് ഓക്സിജൻ ഉണ്ടാക്കുന്നത് 36 ATP ആണെങ്കിൽ വിത്തൗട്ട് ഓക്സിജൻ ഉണ്ടാക്കുന്നത് 4 മുതൽ 6 ATP. അതായത് ക്യാൻസർ സെൽസ് 4 മുതൽ 6 ATPs ഉണ്ടാക്കത്തുള്ളൂ. എന്നിട്ടും അവൻ നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ സെൽസ് ഒരു മിനിറ്റിൽ, ഫോർ എക്സാമ്പിൾ ഒരു മിനിറ്റിൽ ഒരു പ്രാവശ്യം കറങ്ങുന്നു എന്നുണ്ടെങ്കിൽ ക്യാൻസർ സെൽസ് ഒരു മിനിറ്റിൽ 50 വട്ടം കറങ്ങും. അതായത് 50 വട്ടം കറങ്ങുമ്പോൾ അത്ര ATPs അവൻ ഉണ്ടാക്കി വിടുകയാണ്. ഇവിടെ ഒരു മിനിറ്റിൽ ഒരു പ്രാവശ്യം 36 സൈക്കിൾസ് ഉണ്ടാക്കുന്നെങ്കിൽ അവിടെ ഒരു മിനിറ്റിൽ 2 മുതൽ 4 ATPs ഉള്ളൂ. പക്ഷേ അവൻ്റെ റൊട്ടേഷൻ ഭയങ്കര, ഏകദേശം 200ഓളം പോയിന്റ്സ് അവൻ അടിച്ചു കയറിപ്പോവും. അതാണ് പെട്ടെന്ന് ഡിസ്ട്രക്ഷൻ നടക്കുന്നത്. ഈ മെറ്റബോളിസത്തെ മനസ്സിലാക്കാത്തിടത്തോളം കാലം ഏജിങ്ങിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അല്ലാതെ ഒരു റെസ്വറട്രോൾ കഴിച്ചതുകൊണ്ടോ ഒരു അസ്താസാന്തിൻ കഴിച്ചതുകൊണ്ടോ റെഡ് വൈൻ കുടിച്ചതുകൊണ്ടോ ഒന്നും ലോങ്ങവിറ്റി കൂടാൻ പോകുന്നില്ല. ലോങ്ങവിറ്റി ഈസ് എ ഡിസ്ഫങ്ഷൻ ഓഫ് ദി എനർജി മെറ്റബോളിസം. ഏജിങ് ഈസ് എ ഡിസ്ഫങ്ഷൻ ഓഫ് ദി എനർജി മെറ്റബോളിസം. നമ്മുടെ സെൽസിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതെങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്താം? നമ്മൾ ഏജിങ് നടക്കാതിരിക്കും, അല്ലെങ്കിൽ ഏജിങ് പ്രോഗ്രസ് സ്ലോ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കും. സോ ഏജിങ് ഈസ് എ പ്രോസസ് ഓഫ് ബയോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോ എനർജറ്റിക് മെക്കാനിസത്തിലുള്ള ഡിഫക്റ്റാണ്. ഇത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഓൾറെഡി. ഇത് പുതിയ ഒരു ഇതൊന്നുമല്ല. എങ്ങനെ നമുക്ക് ആ എനർജിയെ ബാലൻസ് ചെയ്യാം? ഒരു സെല്ലിനെ നോക്കിയാൽ മതി. സർ, ഇതിനകത്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ പറയും ഈ ഇത്രയും 100 ട്രില്യൺ സെൽസിനെ എങ്ങനെ നീ ഇരുന്ന് പരിശോധിക്കുന്നു? വേണ്ട. നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എൻ്റെ സീനിയർ ഡോക്ടറുണ്ട്, എന്നെ പഠിപ്പിച്ച ഗുരു എന്ന് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒരു സെല്ലിനെ നീ നോക്കിയാൽ ആ ഒരു സെല്ല് നമ്മുടെ ബാക്കി എല്ലാ സെൽസിനെ നോക്കിക്കോളും. അതാണ് ഈ ഹോർമസിസ് പ്രിൻസിപ്പിളുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ. ഒരു സെല്ലിനെ നമ്മൾ അനലൈസ് ചെയ്യുക, ഒരു ജനറ്റിക്സിനെ നമ്മൾ അനലൈസ് ചെയ്യുക, ഒരു എപ്പിജനറ്റിക്സിനെ നമ്മൾ അനലൈസ് ചെയ്യുക, ഒരു സെല്ലിലുള്ള ഹോർമോണൽ വേരിയേഷൻസിനെ അനലൈസ് ചെയ്യുക. ആ പാത്വേ ഒന്ന് കറക്റ്റ് ചെയ്താൽ ദെൻ ഇറ്റ് വിൽ ബി എ സ്പ്രെഡ് ഫോർ അസ്. എനിക്ക് തോന്നുന്നു ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് സമൂഹം മനുഷ്യർ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഏജിങ് ഈസ് എ ഡിസീസ് എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞൊരു 7-8 വർഷം മുമ്പ് തന്നെ അമേരിക്കയിൽ വലിയ റിസർച്ചേഴ്സ് എല്ലാം തന്നെ ഡിക്ലെയർ ചെയ്താണ് ഏജിങ് ഈസ് എ ഡിസീസ്. ഇറ്റ് ക്യാൻ ബി ക്യൂർഡ്. കറക്റ്റ്. ഇറ്റ് ക്യാൻ ബി ക്യൂർഡ്, ഇറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ്. ഇവിടെ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രായമാകുന്ന സമയത്ത്, അങ്ങനെ ആകുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം, പ്രായമാകുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ അസുഖങ്ങളെല്ലാം കൂടെ വരുന്നു? പ്രായത്തിനനുസരിച്ചാണല്ലോ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുന്നു, 1. 2, പ്രായമാകുമ്പോൾ പഴയ പോലുള്ള ഒരു ഉത്സാഹമില്ല, മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല. നമ്മുടെ സാധാരണക്കാർ പറയുന്ന ഭാഷ ഞാൻ പറയുന്നത്, ഓർമ്മിച്ചെടുക്കാൻ പ്രയാസം, സ്കിന്നിലൊക്കെ ചുളിവുകൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ഏജിങ് നാച്ചുറലാണ്, ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെ ഇതെല്ലാം തന്നെ റിവേഴ്സിബിൾ ആണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഏജിങ് ഒരു ഡിസീസാണെന്നും ഡിസീസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ ഏജിങ്ങിനെ കാണുകയും ചെയ്യുകയാണെന്നുള്ള സൊല്യൂഷനാവും. മൈറ്റോകോൺട്രിയ, നമുക്ക് ഒരുപക്ഷെ കുറച്ച് ശാസ്ത്രം അറിയാവുന്ന എല്ലാ ആൾക്കാരും കേൾക്കുന്നൊരു പദമാണ് മൈറ്റോകോൺട്രിയ. കാരണം നമ്മുടെ ശരീരത്തിനെ എനർജി മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയ ആണല്ലോ. മെജോറിറ്റി ഓഫ് ദി എനർജി ഈസ് പ്രൊഡ്യൂസ് ബൈ മൈറ്റോകോൺട്രിയ. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഈ പറയുന്ന ഗ്ലൂക്കോസും ഓക്സിജനെ എടുത്തിട്ട് കത്തിച്ച് അതിനകത്തുനിന്നാണ് ഈ മൈറ്റോകോൺട്രിയ എന്നാണ് എനർജി ഉണ്ടാകുന്നത്. ഈ മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളത് നിരവധി ആൾക്കാരിൽ, ബഹുഭൂരിപക്ഷം ആൾക്കാരിലും
ഈ ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ ഒക്കെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷനാണ്. ഡോക്ടറിൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് എന്തെങ്കിലും ഇതിനകത്ത് പറയാൻ പറ്റുന്നുണ്ടോ? ഈ പറഞ്ഞതെല്ലാം ഇത് തന്നെയാണ്. മൈറ്റോകോൺട്രിയ ഇല്ലെന്ന് പോലും പറഞ്ഞ ഡോക്ടേഴ്സിനെ എനിക്കറിയാം. അതായത് മൈറ്റോകോൺട്രിയ ഒന്നും ഒരു റോളില്ല. അതായത് നിങ്ങളുടെ ഷുഗർ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ മതി, അല്ലാതെ ഷുഗറിനെ മൈറ്റോകോൺട്രിയ ആയിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഷുഗർ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസ് കൂടും. ഇതാണ് കൺസെപ്റ്റ്. ഷുഗർ കുറയ്ക്കുക, ടാബ്ലറ്റ്സ് കൂട്ടി ഷുഗർ എങ്ങനെയെങ്കിലും കുറച്ച്. ഇവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ കുറിച്ച് ഇവരെല്ലാവരും കൊട്ടിഘോഷിക്കുന്നുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് സാറ് കേട്ട് കാണും. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഒരു ട്രെൻഡിങ് ആണ്. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി ആദ്യം പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, നിനക്ക് ഇവിടെ പാട് വന്നു, ഇത് വന്നു. എന്തുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒന്നും എന്ന് പറയുന്നില്ല. ഇവർ പറയുന്നത് പഞ്ചസാര കഴിച്ചുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ല, തെറ്റാണ്. മൈറ്റോകോൺട്രിയയ്ക്ക് ആ ഗ്ലൂക്കോസിനെ മെറ്റബോളൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ആരോഗ്യവാനായ ഒരു ശരീരത്തിൽ അവൻ എത്രയാണോ വെയിറ്റ് ഉള്ളത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 70 കിലോ ആണ് അവന് വെയിറ്റ് ഉള്ളതെങ്കിൽ ഒരു ദിവസം എത്ര ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? എത്ര ATP? 70 കിലോ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു സത്യാവസ്ഥ, പെർ ഗ്രാം പെർ ATP നോക്കിക്കഴിഞ്ഞാൽ സൂര്യനേക്കാളും കൂടുതൽ ATP പ്രൊഡക്ഷൻ കൂടുതലുള്ള ഒരു ശരീരമാണ് ഈ ഇരിക്കുന്ന ശരീരം. ഓരോ വ്യക്തികളിലും പെർ ഗ്രാം പെർ ATP എനർജി പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത്ര മനോഹരമായ ഒരു ശരീരമാണിത്. അതിനെയാണ് ഈ പറഞ്ഞ ക്യാൻസർ, ഡയബറ്റീസ് എന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ച് പറിക്കുന്നത്. സത്യത്തിൽ സൂര്യ തേജസ്സോടെ എന്ന് വിളിക്കുന്നത് സത്യം തന്നെയാണ്. അത്രത്തോളം മഹനീയമാണ് ഓരോ സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ATP. ഒരു സെക്കൻഡിൽ ഏകദേശം 1 മില്യൺ ATP പ്രൊഡക്ഷൻ ഉണ്ട് ഒരു സെല്ലിൽ നിന്ന് തന്നെ. ഒരു സെല്ലിൽ നിന്നാണ് പറയുന്നത്. അങ്ങനെ 100 ട്രില്യൺ സെൽസ് ആകുമ്പോൾ സാറൊന്ന് മൾട്ടിപ്ലൈ, ഇത്രയും സെൽസിൽ ഇത്ര ATP പ്രൊഡ്യൂസ്. അപ്പോൾ പെർ ഗ്രാം പെർ ATP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനേക്കാളും കൂടുതൽ ATP നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 70 കിലോ ഉള്ള ഒരാൾ 70 കിലോഗ്രാം ATP പ്രൊഡക്ഷൻ ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അത് നമ്മുടെ ബോഡി ഒരു ട്രാൻസ്ഫോമറാണ്. എനർജി എടുക്കുന്നു, ഉപയോഗിക്കുന്നു. സോ എത്രത്തോളം ഈ സയൻസിനെ എടുക്കുന്നു, ഉപയോഗിക്കുന്നതിനെ മാനേജ് ചെയ്യുന്നു, ഇതാണ് ഏജിങ്ങിൻ്റെ ട്രംപ് കാർഡ്. സീരിയസ് ആയിട്ട് പറയാൻ, ഹൗ വി കൺസീവ് ഇറ്റ്, ഹൗ വി യൂട്ടിലൈസ് ഇറ്റ്, ഇതിനകത്താണ് ഈ ട്രംപ് കാർഡ് ഇരിക്കുന്നത്. അല്ല, അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പറയുന്നത് എന്താണെന്ന്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ആൾക്കാർക്കും തോന്നുന്ന ചില കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പം ബയോഹാക്ക് സെൻറ്റർ, കൊച്ചിയിലുള്ള ബയോഹാക്ക് സെൻറ്ററിൽ വരുന്ന ആൾക്കാരിൽ തന്നെ ഞാൻ ചിലപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത്, ഡോക്ടറൊക്കെ കണ്ട ശേഷം പുറത്ത് വരുമ്പോൾ ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും പല ആൾക്കാരുടെയും ധാരണ എന്ന് പറഞ്ഞാൽ പ്രായമായില്ലേ, ഈ അങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഇവരുടെയൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നത്. അതായത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ, കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, പക്ഷേ പഴയ പോലെ നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പ്രായമൊക്കെ ആയില്ലേ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോൾ ചോദിക്കുന്നത്, പ്രായമായതുകൊണ്ട് എന്താണ് പ്രശ്നം? അല്ല, പ്രായമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ കരുതുന്നത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നോർമലൈസേഷനാണ്. എന്തിനെ നോർമലൈസ് ചെയ്തിരിക്കുകയാണ്. ഇതിങ്ങനെയൊക്കെ ആവണം. 50 വയസ്സ് കഴിഞ്ഞാൽ ഒരാളുടെ എനർജി കുറയണം, 50 വയസ്സ് കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവും. ഇങ്ങനെയുള്ള നോർമലൈസേഷൻസ് നമ്മളുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരാശിയിലെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇത് മാറണമെന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലാവേണ്ടത് ഒന്നുമില്ലാതെ ജീവിക്കാൻ പറ്റും. ഈ പറയുന്ന അസുഖങ്ങളൊന്നും കമ്പൽസറി അല്ല. ഏജിങ് എന്ന് പറയുന്നത് പോലും ഒരു ഡിസീസ് മാത്രമാണ്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഏജിങ്ങിനെ ബ്ലോക്ക് ചെയ്യാനോ സ്ലോ ഡൗൺ ചെയ്യാനോ റിവേഴ്സ് ചെയ്യാനോ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളുടെ ബയോഹാക്ക് സെൻറ്ററിൽ തന്നെ നോക്കിയാൽ ഇപ്പോൾ നമുക്കവിടെ പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുണ്ട്, നമുക്ക് ഇൻഫ്രാറെഡ് സോനയുണ്ട്, നമുക്ക് കോൾ പ്ലഞ്ച് ഉണ്ട്. ഏത് തരത്തിലാണ് ഏജിങ്ങിൻ്റെ ഒരാളുടെ ഞാനിപ്പം ഡോക്ടറെ സമീപിച്ചിട്ട് പറയുകയാണ്, എനിക്ക് പഴയ പോലെ യുവത്വത്തിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുകയാണ്. സപ്പോസ് ഞാൻ വളരെ വാർദ്ധക്യത്തിലെത്തി എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണെന്നിരിക്കട്ടെ. പറയാം, ഡോക്ടർ പഴയ പോലെ ആ 30കളിലെ 20കളിലൊക്കെ എനർജിയിലേക്ക് ഞാൻ തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ സെൻറ്ററിലെ നമ്മളുടെ എക്യുപ്മെൻറ്റ് സയൻറ്റിഫിക്കലി ഇതിനെ ഹെൽപ്പ് ചെയ്യുക? ഇതൊരു വലിയൊരു കോയിൻസിഡൻസ് ആണ്. ഇന്നൊരു പേഷ്യൻറ്റ് നമ്മുടെ ക്ലിനിക്കിൽ വന്നായിരുന്നു, നമ്മുടെ സെൻറ്ററിൽ വന്നു. പുള്ളിക്ക് 46 വയസ്സേ ഉള്ളൂ. 46 വയസ്സേ ഉള്ളൂ. പക്ഷേ പുള്ളിയുടെ പ്രോബ്ലം, ഞാൻ വാർദ്ധക്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. പുള്ളി പറഞ്ഞു ഞാൻ വയസ്സായി എന്നുള്ളതാണ്.
എനിക്ക് വളരെ ക്ഷീണമാണ്, എൻ്റെ മസിൽസ് ഭയങ്കര ഏക്കിംഗ് ആണ്, ഇങ്ങനെയുള്ള കുറേ കൺസെപ്റ്റ്സാണ് സത്യത്തിൽ. അപ്പോൾ നമ്മുടെ ബ്ലഡ് അനാലിസിസ് ഒക്കെ നോക്കുമ്പോൾ ഹീസ് ഗെറ്റിംഗ് ഏജിങ്. പുള്ളിയുടെ ടെസ്റ്റോസ്റ്റിറോൺ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. സാധാരണ ഒരു 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 മെയിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അറൌണ്ട് 550-600 എങ്കിലും വേണം. അതിൻ്റെ മീൻ വാല്യൂ എടുത്ത് അതിൻ്റെ ഈ ലാബിലെ ടെസ്റ്റ് വാല്യൂ കഴിഞ്ഞാൽ 200 മുതൽ തുടങ്ങുന്നു എന്നാണ്. അതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ ടെസ്റ്റോസ്റ്റിറോൺ ഒരു സെക്ഷൽ ഹോർമോൺ എന്നതിനേക്കാളും അത് ഹാർട്ടിനും ബ്രെയിനും ഏറ്റവും അത്യാവശ്യമുള്ള സാർ. സോ ഈ പറഞ്ഞ പോലെ മസിൽ ഇയാളുടെ നോക്കിക്കഴിയുമ്പോൾ ഇയാളുടെ 190, 160 ആ റേഞ്ചേ ഉള്ളൂ. പക്ഷേ ഇയാളുടെ പെട്ടെന്ന് എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം പുള്ളി കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്യാൻ നോക്കിയ ആളാണ്. ഇന്നലെ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയിട്ട് സാറിനെ എൻ്റെ ഒരു ഫ്രണ്ട് പിടിച്ചെടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ ഒരു മഹാത്ഭുതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ പുള്ളി സൈക്കാട്രിസ്റ്റിനെ കാണണമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുകയാണ്. ഞാൻ സൈക്കാട്രിസ്റ്റിനെ എതിർത്ത് പറയുകയല്ല, ഞാനും ഒന്ന് മടിച്ചു. കാരണം അത്രയ്ക്ക് പുള്ളി ക്രോണിക് ഡിപ്രസീവ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. മുഖമൊക്കെ ചുളിഞ്ഞ് ഒരു ഷോൾഡറൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഒരു വളരെ ഷാബിയായിട്ട് നിൽക്കുന്നത്. സാർ ആലോചിക്കണം, 46 വയസ്സ് വരെ 45 വയസ്സ് വരെ പുള്ളി ഒരു ഡോമിനൻറ്റ് ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു. കോഴിക്കോട് ഏറ്റവും നല്ല ബിസിനസ് ചെയ്യുന്ന, എല്ലാവർക്കും പൈസ അങ്ങോട്ട് വാരി കൊടുക്കുന്ന അങ്ങനെ ഒരു ഇതിൽ നിന്ന ഒരാൾ പെട്ടെന്ന് പല കാര്യങ്ങൾ കൊണ്ട്, അവിടെ ജീവിത സാഹചര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്, ഹോർമോണൽ ഡിഫക്ട്സിനെ ഞാൻ പറയത്തുള്ളൂ. മറ്റേ സാഹചര്യങ്ങളൊക്കെ നമുക്ക് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോഴും നമ്മുടെ ഹോർമോൺ ബാലൻസ് ആണെങ്കിൽ ഇഷ്യൂ വരുന്നില്ല. ഈ വ്യക്തിയെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 70 ഡിഗ്രി ഹീറ്റിലുള്ള ഇൻഫ്രാറെഡിലേക്ക് പുള്ളി പുഷ് ചെയ്തു. വളരെ വളരെ ബന്ധപ്പെട്ടാണ് ഇതിലേക്ക് മാറിയത്. പുള്ളി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 2 ഡിഗ്രി ഉള്ള ഈ കോൾഡ് പ്ലഞ്ചിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ആക്റ്റീവ്. ഇപ്പോൾ കമൻറ്റ് പറയും പൊട്ടത്തിട്ട് പുള്ളിയുടെ അടുത്ത് വന്ന് പുള്ളി വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഓപ്പണായിട്ട് പറയും. പുള്ളി ഇന്നലെ നടന്ന സംഭവം, ഇന്ന് രാവിലെ പുള്ളി വീണ്ടും സെൻട്രൽ വന്നിട്ട് പറഞ്ഞു യെസ് ഇതാണ് ഈ പ്രോസസ്സാണ്. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 70 ഡിഗ്രിയിൽ നിന്ന് പുള്ളി 2 ഡിഗ്രിയിലേക്ക് വന്നപ്പോൾ ആ കുളിരാണ് മൈറ്റോകോൺട്രിയൽ മൾട്ടിപ്ലിക്കേഷൻ. ഇതാണ് പലരും നടക്കാതിരിക്കുന്നത്. പണ്ട് പറയുമല്ലോ, നമ്മൾ ഈ നല്ല തണുപ്പുള്ള പ്രഭാതത്തിൽ നല്ല തണുപ്പുള്ള പുഴവെള്ളത്തിൽ നിന്ന് കുളിച്ച് കയറുമ്പോൾ ഒരു കിട്ടുകിട്ടപ്പുണ്ട്. കിട്ടുകിടപ്പല്ലേ അത് തന്നെയാണ്, സെയിം തന്നെയാണ് പക്ഷേ അവിടെ നിന്നൊക്കെ പറയുമ്പോൾ പുഴ എന്ന് പറയുമ്പോൾ 10 ഡിഗ്രി 12 ഡിഗ്രി, ഇത് 2 ഡിഗ്രിയിലേക്കല്ല. 2 ഡിഗ്രിയിൽ 1 മിനിറ്റ് നിൽക്കുമ്പോൾ 70 ഡിഗ്രിയിൽ നിന്ന് 2 ഡിഗ്രിയിലേക്ക് താഴെ പോകുന്ന വ്യക്തിയിൽ മാസീവ് മൈറ്റോകോൺട്രിയൽ എക്സ്പ്ലോഷനാണ്. അതെ, ആകെ ഒരു പ്രശ്നമുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഫുഡ് കൊടുക്കണം. ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നത്, ഇതിന് നമ്മൾ സയൻറ്റിഫിക്കലി ഹോർമസിസ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ഹോർമസിസ് എന്നുള്ള പ്രോസസ്സ് പലതരത്തിലും ആൾക്കാർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ ഹോർമസിസ് കൺട്രോൾ സ്ട്രെസ്സാണ്, ഇതെല്ലാം കൺട്രോൾ സ്ട്രെസ്സാണ്. അപ്പോൾ നമ്മളുടെ ഇൻഫ്രാറെഡ് സോന അതിന് ശേഷമുള്ള കോൾ പ്ലഞ്ച് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈസ് ഗോയിങ് ത്രൂ എ കൺട്രോൾ സ്ട്രെസ്, ഒരു ഹോർമസിസ് പ്രോസസ്. അവിടെ ഒന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മൈറ്റോകോൺട്രിയൽ ഫങ്ഷൻസിനെ എൻഹാൻസ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഹൈ എനർജി തോന്നുന്നു, അയാളുടെ മെറ്റബോളിക് ഫങ്ഷൻസ് ബെറ്റർ ആവുന്നു. പ്ലസ് അവിടെ മറ്റൊരു കാര്യം കൂടി ഇന്ന് സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ളത്, BDNF ബ്രെയിൻ ഡിറൈവ് ന്യൂറോട്രോഫിക് ഫാക്ടേഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഈ BDNF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിഡർഡ് ലൈക്ക് എ ഫെർട്ടിലൈസർ ഫോർ ഓൾ ദ ഹോർമോൺസ്. കറക്റ്റാണ് അല്ലേ? കറക്റ്റാണ്. എല്ലാ ഹോർമോൺസിനെയും അവന് ഫെർട്ടിലൈസ് ചെയ്യുന്ന പോലെ. അപ്പോൾ ആലോചിച്ച് നോക്കേണ്ടത് ആക്ച്വലി ഈ ഒരു എൻ്റെ പ്രോസസ്സ് കടന്നു പോകുമ്പോഴത്തേക്ക് ആളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റവും അയാളുടെ ഹോർമോണിലുണ്ടാകുന്ന മാറ്റവും അത്രയും മാത്രം ഡിഫറൻസാണ്. ഇപ്പോൾ ഈ ഞാനീ പറഞ്ഞ നേരത്തെ നമ്മൾ തുടക്കത്തിൽ സംസാരത്തിൽ നമ്മുടെ ഡിസ്കഷനിൽ തുടക്കത്തിൽ പറഞ്ഞ അമേരിക്കയിലുള്ള ഒരു കപ്പിൾ പറഞ്ഞു അവർ 150 വയസ്സ് വരെ ജീവിക്കും. അവരുടെ വീട്ടിൽ ഒരു ഇൻഫ്രാറെഡ് സോന, സ്മാർട്ട് ഇൻഫ്രാറെഡ് സോനയും അതേപോലെ PEMF-ഉം അതേപോലെ കോൾ പ്ലഞ്ചും ഒക്കെ ഉണ്ട്. അതിൽ നിന്നാണ് അവരുടെ ദിവസം തുടങ്ങുന്നതെന്ന് പറഞ്ഞു. ഇതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. പക്ഷേ താഴെ അന്നത്തെ എനിക്കൊന്ന് ഏതോ പത്രങ്ങളുടെയൊക്കെ ഓൺലൈൻ ചാനലുകളിലാണ് ഇത് വന്നത്. അതിൻ്റെയൊക്കെ താഴെ കമൻ്റ് എഴുതിയിരിക്കുന്നത് വളരെ അറിവില്ലായ്മ എന്തുമാത്രം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ആധുനിക ശാസ്ത്രം എന്തുമാത്രം വികസിച്ചു എന്നുള്ളത് മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചു എന്നേ ഞാൻ പറയത്തുള്ളൂ. ജെനറ്റിക്സ് ആയിട്ടും IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആയിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടും അതേപോലെ ഈ പറയുന്ന ഡിവൈസസുകളിൽ കൂടിയും. ഇപ്പം നമ്മൾ ഈ വേൾഡ് ബയോഹാക്ക് സമ്മിറ്റിനൊക്കെ വരുന്ന ആൾക്കാർ കാണാൻ പറ്റുന്ന ഡിവൈസുകൾ കണ്ടു കഴിയുമ്പോഴായിരിക്കും അവർ അന്തം വിടാൻ പോകുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആൾക്കാർക്ക്? ഹൈപ്പർ ബാരിക് ഓക്സിജൻ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പുതിയ ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടിയിരിക്കുന്നു എന്നുള്ളത് മനുഷ്യർക്ക് ഇന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ലേറ്റസ്റ്റായിട്ട് ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ലേറ്റസ്റ്റ് എന്ന് പറയാം, പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ പണ്ടേ ചെയ്യുന്നതാണ് ഈ IV ന്യൂട്രീഷൻ ഇല്ലേ?
ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് നമ്മൾ 2000 മുതൽ ഇന്ത്യയിലൊക്കെ ഉള്ളതാണ്. പക്ഷേ IV ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അടുത്തിടയ്ക്കാണ് ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ബയോഹാക്സ് സെൻറ്ററിൽ വരുന്നതിൽ മജോറിറ്റി ആൾക്കാരും വരുന്നത് IV ന്യൂട്രീഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ചെയ്യുന്നൊരു പ്രോട്ടോക്കോൾ അവിടെ അത് തന്നെയാണല്ലോ. ഇത് എന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ്? അല്ലെങ്കിൽ നമ്മൾ നോർമലി ഒരു സപ്ലിമെൻറ്റ് കഴിക്കുന്നതും ഇത്തരത്തിലുള്ള ഇൻഫ്യൂഷൻസും ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഡിഫറൻസ് എന്താണ്? ഇതിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ചോദിക്കാം. ബയോഹാക്കിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡീറ്റോക്സ്, റിപ്പയർ, റെജുവിനേറ്റ് എന്ന് പറഞ്ഞാണ് നമ്മളൊരു പ്രിൻസിപ്പിൾ തന്നെ കൊണ്ടുവരുന്നത്. അതായത് ഏതൊരു സെൽസിനെയും ഫസ്റ്റ് ഡീറ്റോക്സ് ചെയ്യുക, എന്നിട്ടേ സർവ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ എപ്പോഴും അങ്ങനെയല്ല. ഒരു വീട് അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കിയിട്ട് പുതിയ സാധനം ഇടുക, അല്ലാതെ ആദ്യമേ പുതിയ സാധനം ഇട്ടിട്ട് പിന്നെ അടിച്ചു വാരി ആ പരിപാടിയില്ല. സെയിം തിങ് ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് തന്നെ ഞാൻ കുറച്ചാളും ഉപയോഗിക്കില്ല എന്ന് വിചാരിച്ചിരുന്നൊരു വ്യക്തിയാണ്. കാരണം അത്രത്തോളം അതിനെ മലീനസപ്പെട്ടുപോയി. എല്ലാവരും ഇതിനെ ഡീറ്റോക്സ് എന്ന് പറയുന്നു. ശാസ്ത്രമില്ലാത്ത ഡീറ്റോക്സിനെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. എസ്പെഷ്യലി കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് എറണാകുളത്ത് നിന്നുള്ളൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അയാൾക്ക് സ്റ്റിഫ് നെക്കാണ്, കഴുത്ത് ഭയങ്കര സ്റ്റിഫാണ്, 2 കൈയും സ്റ്റിഫാണ്. ഇതാണ് പുള്ളിയുടെ. അപ്പോൾ ഇദ്ദേഹം ഇവിടെ എല്ലാ ഡോക്ടേഴ്സിനെയും കണ്ടത് പുള്ളിക്ക് സർവിക്കൽ സ്പോണ്ടിലോസിസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ സർവിക്കൽ സ്പോണ്ടിലോസിസ് ആണ് പുള്ളിയുടെ സ്റ്റിഫ് നെക്കിനും ഈ 2 കൈയുടെയും സ്റ്റിഫ് നെക്ക് കാരണം. ഞാൻ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ ഞാനത് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ സ്റ്റിഫ് നെക്ക് പുള്ളിക്ക് അനങ്ങാൻ പറ്റില്ല. പുള്ളി ഇങ്ങനെയാണ് നിൽക്കുന്നത്. പുള്ളിക്ക് ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ വളരെ പ്രയാസമാണ്. ഇതാണ്. അപ്പോൾ പുള്ളിക്ക് സർവിക്കൽ സ്പോണ്ടിലോസിസ് ആണ് എന്നാണ് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി പുള്ളിക്ക് സർവിക്കൽ സ്പോണ്ടിലോസിസ് അല്ലായിരുന്നു. സ്പോണ്ടിലോസിസ് ഉണ്ട്, ഒരു മൈൽഡ് വെർഷനിൽ 1-2 ഡിസ്ക് ബൾജിങ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ പുള്ളിയുടെ മെയിൻ ഇഷ്യൂ അലൂമിനിയം ടോക്സിസിറ്റി ആയിരുന്നു. പുള്ളിയുടെ അലൂമിനിയം മോർ ദാൻ 41 ആണ്. സാധാരണ അത് വേണ്ടത് ഇതാ പ്രോബ്ലം. ഇതെങ്ങനെ എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു ജോബ് റിലേറ്റഡ് ഈ അലൂമിനിയം ഫാബ്രിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ഇടപെടലും പുള്ളിയുടെ ജോലിയുമാണ് പുള്ളി ഹൈ ലെവൽ എക്സ്പോഷർ ആക്കിയത്. അത് ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ടെസ്റ്റ് ചെയ്തത്. കാരണം ഹെവി മെറ്റൽ എന്താ പറയുക എക്സ്പോഷർ ഉണ്ട് എന്നുള്ളൊരു പ്രൂവിങ്ങിനായിരുന്നു. 2 പ്രാവശ്യം പുള്ളിയെ കീലേറ്റ് ചെയ്തേ ഉള്ളൂ. ഇത് അതിശോക്തിയല്ല, ഞാൻ പ്രോമിസ്ലി സ്പീക്കിംഗ്. പുള്ളി കഴിഞ്ഞ ദിവസം എൻ്റെ സെൻറ്ററിൽ കൈയും വീശി വരുവാണ്. പുള്ളിയുടെ സ്റ്റിഫ്നെസ് ഉണ്ട്. കാരണം പുള്ളിയുടെ ബോഡിയിൽ അലൂമിനിയം പോയാൽ മതി. അലൂമിനിയത്തിന് നെർവിന് അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാനുള്ള സാധനമുണ്ട്. ഞാൻ ഈ പറയുന്ന അലൂമിനിയം യൂട്ടൻസിൽസ് കൊണ്ടുള്ള അലൂമിനിയം അല്ല പറഞ്ഞത്, ജോബ് റിലേറ്റഡ് ഡെന്റൽ അമാൽഗം ഫില്ലിംഗ് വഴി എത്രത്തോളം എക്സ്പോഷേഴ്സ് ഉണ്ടാകുന്നത്. ഇപ്പോൾ മൈഗ്രെയിനിൽ മെയിൻ ഇഷ്യൂസ് ആയിട്ട് ഞാൻ കാണാറുള്ള പലരിലെ ഡെന്റൽ ഫില്ലിങ്സ് ആണ്. മെർക്കുറി പോയ്സണിങ് ആണ്. 50% സിൽവർ, 50% മെർക്കുറി. ഇതാണ് അമാൽഗം എന്ന് പറഞ്ഞ് ഫില്ല് ചെയ്ത്. സോ മെറ്റൽ ടോക്സിസിറ്റി ഈസ് ദെയർ. അപ്പോൾ ആ ടോക്സിസിറ്റി മെറ്റൽസിനെ അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് അതിനെ ഡീടോക്സ് ചെയ്യാം. എല്ലാത്തിനും EDT എടുത്ത് വെച്ച് ഗിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലത് DMSA വേണം, ചിലപ്പോൾ ക്ലോറോഫിൽ വേണം. സോ ഒരു കേസ് ടു കേസ് കേസസിൽ ഡീടോക്സ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പ്രോപ്പർ ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ബോഡിക്ക് റിയാക്ഷൻ അധികം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ബ്ലഡ് pH-ആയിട്ട് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു പ്രോപ്പർ ഇൻഫ്യൂഷൻസ് വൈറ്റമിൻ C, മെഗ്നീഷ്യം ഇങ്ങനെയുള്ള വൈറ്റൽ ആയിട്ടുള്ള മിനറൽസിനെ IV ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാസീവ് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഒരു മെയിൻ സ്ട്രീം പ്രോട്ടോക്കോൾ തന്നെയാണല്ലേ ഇത്? ഒബിയസ്ലി. പക്ഷേ പല ഹോസ്പിറ്റലുകളിലും ഒന്നും ഇതിനെക്കുറിച്ച് എത്രമാത്രം അറിവില്ലാന്ന് തോന്നിപ്പോഴും. അല്ല, അത് അറിവില്ലായ്മയുടെ അല്ല, അവരുടെ കപ്പ് ഓഫ് ടീ അല്ലാത്തതുകൊണ്ടാണ്. എപ്പോഴും ഒരു ഹോസ്പിറ്റൽസിൽ എന്താ നോക്കുന്നത്, നമ്മുടെ എമർജൻസി മെഡിസിൻ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് എന്നുള്ളതാണ്. ഒരാളും ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് എൻ്റെ ആരോഗ്യം ഇച്ചിരി ഒന്ന് ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നില്ല. അങ്ങനെ ഒരു സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ ഒരു സർജറി ഉള്ളൊരു വാർഡിലേക്ക് ചെന്നിട്ട് എൻ്റെ കൈ ഒന്ന് കുറച്ചുകൂടി ഒന്ന് സർജറി ചെയ്ത് ശരിയാക്കി തരും, അങ്ങനെ ആരും പറയുന്നില്ല. അതൊരു ഡോക്ടേഴ്സിൻ്റെയും അത് ടിപ്പിക്കൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. പലപ്പോഴും കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു തെറ്റായ ധാരണ. ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പ്രിവെൻറ്റീവ് ഹെൽത്ത് പോയിന്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് എപ്പിജനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, എപ്പിജനറ്റിക് ടെസ്റ്റിംഗ് ആവട്ടെ, അപ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കും. ഡോക്ടറോട് സംസാരിക്കുന്നതും തെറ്റില്ല. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഡോക്ടർ സുജിത്ത് പറഞ്ഞൊരു ഇഷ്യൂ പലപ്പോഴും നമ്മളെപ്പോലുള്ള ആൾക്കാർ ഫേസ് ചെയ്യാറുണ്ട്. കാരണം ഡോക്ടേഴ്സ് അവരുടെ ടൈം മുഴുവൻ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡിസീസ് റിവേഴ്സലും ഡിസീസ് ക്യൂവറിലേക്കുമാണ്. ഇതിനകത്ത് ഡോക്ടേഴ്സിനെ നമുക്ക് ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരോട് ആരും ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കുന്നില്ല.
അസുഖങ്ങളെക്കുറിച്ച് എൻ്റെ തലവേദന, എൻ്റെ പെടലി വേദന, ആ പാവങ്ങൾ ഇത് മാത്രമാണ് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ സത്യത്തിൽ അവർ അസുഖത്തെക്കുറിച്ച് പഠിക്കും, ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കും. എൻ്റെ ഇന്ന് വയറ്റിൽ നിന്ന് പോയില്ല എന്ന് പറഞ്ഞാൽ ശരി, വയറ്റിൽ നിന്ന് പോയില്ല, അതൊന്ന് മാറ്റി തന്നാൽ മതി, അതിൻ്റെ കാരണമൊന്നും നിങ്ങൾ പറയണം. ഇതേ പേഷ്യൻസ് എപ്പോഴും പറയുന്നത്. സോ അവരെ ഒരിക്കലും നമുക്ക് ബ്ലെയിം ചെയ്യും. സോ യൂഷ്വലി നമ്മളെപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ആരാണോ ഉപഭോക്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറും തോറും നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? എപ്പോഴും സർവീസ് പ്രൊവൈഡേഴ്സ് ഒരിക്കലും സർവീസ് പ്രൊവൈഡുമായിട്ട് വരത്തില്ല. യു ആർ ഇൻ ബിസിനസ് ഫീൽഡ് മോർ ദാൻ അറൌണ്ട് 25 years. അപ്പോൾ സാറ് കസ്റ്റമേഴ്സിൻ്റെ ഇംഗിതം അനുസരിച്ചിട്ടാണ് പ്രൊഡക്ട്സ് വരുന്നത് മാർക്കറ്റിൽ. ഇപ്പോൾ എന്തുകൊണ്ട് എപ്പിജെനറ്റിക്സും ഇത്തരത്തിലുള്ള സെൻറ്റേഴ്സ് വരുന്നു എന്ന് വെച്ചാൽ പീപ്പിൾ വാണ്ട് ടു ഗെറ്റ് ഹെൽത്തി. ഇപ്പോൾ രാവിലെ ഇറങ്ങി ഓടുന്നവരെ ഒത്തിരി പേരെ കാണാം. ഹെൽത്ത് ക്ലബ്സ് ഒത്തിരി ഉണ്ട് അല്ലേ? പ്രോട്ടീൻ കലക്കി കുടിച്ചിട്ട് രാവിലെ ഹെൽത്ത് ക്ലബ്ബ് ഉണ്ടാക്കുന്ന ഒത്തിരി പേരെ നമുക്കറിയാം. ആരോഗ്യത്തിൻ്റെ കൂടുതൽ ആകർഷണത്തിലേക്ക് എത്തുമ്പോൾ കൂടുതലായിട്ട് സയൻസ് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെങ്കിലും 1-2 കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന്, ഏജിങ് എന്ന് പറയുന്നത് ഒരു ഡിസീസാണ്, അത് റിവേഴ്സ് ചെയ്യാവുന്നതാണ്, ക്യൂറബിൾ ആണ്. നമ്മളതിനെ അങ്ങ് വിട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ ഒരു സമയമാകുമ്പം നമുക്ക് ഉണ്ടാവുന്നതാണെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതിന് ഇന്ന് പറയാൻ സാധിക്കും. മേ ബി ഒരു 15 വർഷം ഇത് പറയാൻ പ്രയാസമായിരുന്നു. കാരണം ഇന്നത് പറയാൻ സാധിക്കുന്നത് നമുക്കിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും IoTയും ജെനറ്റിക്സും ഒക്കെ വെച്ചുകൊണ്ട് സയൻസ് അത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു. മെഡിക്കൽ സയൻസ്, പ്രിവെൻറ്റീവ് ഹെൽത്ത്, അതുമായി ബന്ധപ്പെട്ട സയൻസൊക്കെ അത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ട്. നമ്മളതുകൊണ്ട് കുറേ കൂടെ അപ്ഡേറ്റഡ് ആകേണ്ട ആവശ്യമാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും അതേപോലെ ഒക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒന്ന്, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള കുറച്ച് വീഡിയോകൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാം അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പുഷ് ചെയ്യാൻ തുടങ്ങും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷനിൽ പലതും കിട്ടുന്നുണ്ടാവും. പക്ഷേ ഇന്നത് വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളിന്ന് ജീവിക്കുന്ന ഒരു ലോകത്തിൻ്റെ പ്രത്യേകത വിതിൻ നോ ടൈം, എനിക്ക് തോന്നുന്നു വരുന്നൊരു 5 വർഷത്തിനകം 2 തരത്തിലുള്ള ആൾക്കാർ മാത്രമേ ലോകത്തുണ്ടാവും. ഒന്ന് ഇൻഫോംഡും, 2 മിസ്ഇൻഫോംഡും. കാരണം അത്രമാത്രം ഇൻഫർമേഷൻ്റെ ഒരു പ്രളയത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇൻഫോംഡോ അല്ലെങ്കിൽ മിസ്ഇൻഫോംഡോ ആയിരിക്കും. അപ്പോൾ ഇൻഫോംഡ് ആവുക, പ്രത്യേകിച്ചും ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രോപ്പർലി ഇൻഫോംഡ് ആയിരിക്കുക. നമ്മൾക്ക് 100 വർഷം വരെ വളരെ പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ സാധിക്കും, എന്തൊക്കെ സയൻസ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അതൊക്കെ ഇന്ന് വളരെ ഈസിലി ആക്സസബിളാണ്. അതുകൊണ്ട് 100+ എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും ടാർഗറ്റ് ചെയ്യാവുന്ന ഒരു ഗോൾ തന്നെയാണ്.